പ്രേഷിതവാഹിനി വന്നിരാ പുതിയ ദൂതുമായി യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളം ഉജ്ജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം, മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ. സഭയുടെ പ്രേഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാൻഡോ മീഡിയയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദി അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ ക്വിസ് ഓൺ വീൽസ്. സാൻഡോ മിഷൻ ക്വിസ് ടേമെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. 1776 ടിപ്പുവിന്റെ പടയോട്ടത്തെ തുടർന്ന് എല്ലാ രീതിയിലും നാശോന്മുഖമായ തൃശൂരിനെ ഒരു വാണിജ്യ കേന്ദ്രം ആക്കുക എന്ന ദീർഘദൃഷ്ടിയോടെ 52 സുറിയാനി ക്രൈസ്തവ കുടുംബങ്ങളെ 1794 ശക്തൻ തമ്പുരാൻ തൃശൂരിൽ കുടിപാർപ്പിച്ചു. ഇവരുടെ ശക്തമായ അടിത്തറയിൽ പടുതുയർത്തപ്പെട്ട തൃശൂരിലെ സീറോ മലബാർ സഭാ സമൂഹത്തിന്റെ അഭിമാനമാണ് ലൂർദ് പള്ളി. 1952 ഡിസംബർ 7 ആലപ്പാട്ട് പിതാവ് വെഞ്ചരിച്ച് നാടിനും സഭയ്ക്കും സമർപ്പിച്ച പുനരുദ്ധരിക്കപ്പെട്ട ലൂർദ് മെത്രാപ്പോലീത്തൻ കത്തീഡ്രൽ പള്ളിയുടെ പ്രൗഢമനോഹരമായ അങ്കണത്തിലാണ് ഇന്ന് MSTയുടെ പ്രേഷിത വാഹിനി ഏറെ സന്തോഷത്തോടെ നിറയെ സമ്മാനങ്ങളുമായി എത്തിയിരിക്കുന്നത്. ലിഖിത, നമ്മൾ ലൂർദ് പള്ളിയെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പ്രേക്ഷകരെല്ലാവരും ഇത്രയും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നമ്മുടെ ക്വിസ് തുടങ്ങാനായിട്ടാണ് അല്ലേ? ക്വിസ് തുടങ്ങാൻ നമ്മൾ മാത്രം പോരല്ലോ, പാർട്ടിസിപ്പൻസും വേണ്ടേ? അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ പ്രേഷിത വാഹിനിയിലേക്ക് നമ്മുടെ 4 പാർട്ടിസിപ്പൻസിനെയും നല്ല കൈയടി കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം. നമ്മുടെ 4 പാർട്ടിസിപ്പൻസും പ്രേഷിത വാഹിനിയിൽ കയറാൻ റെഡി ആയിട്ട് നമ്മുടെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ല രസമല്ലേ 4 പേരും ചിരിച്ചിരിക്കുന്നത് കാണാൻ? രസമില്ലേ? നല്ല രസമുണ്ടല്ലേ? പക്ഷെ നമ്മളങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരല്ലോ, ഒരു തീരുമാനം വരുത്തണ്ടേ ആരാദ്യം പ്രേഷിത വാഹിനിയിൽ കയറണമെന്നൊക്കെ. അതിനു മുൻപ് ലിഖിത, നമുക്കിവരേക്കൊന്ന് പരിചയപ്പെടണ്ടേ? പരിചയപ്പെടണം. നിങ്ങളും എല്ലാവരും നിങ്ങളുടെ പേരും ഇടവകയും പറഞ്ഞ് നമ്മുടെ ഓഡിയൻസിനൊന്ന് പരിചയപ്പെടുത്തോ. ഞാൻ ലൂയി ബ്രൈറ്റ്, ഞാൻ ലൂർദ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ജോസഫ് തോമസ്, ഞാനും ലൂർദ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ആഗ്നസ് മേരി ബിന്നി, ഞാൻ ലൂർദ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ആൻ മരിയ, ഞാൻ ലൂർദ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. 4 പേരെയും പരിചയപ്പെട്ടു, അവരോട് നിൽക്കട്ടെല്ലേ. അതിനു മുൻപ് നമുക്കെല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല സന്തോഷമല്ലേ? ഇന്ന് കുറച്ചുകൂടി സന്തോഷമാക്കാനായിട്ട് നമ്മുടെ ഇന്നത്തെ ഈ ദിവസം കുറച്ചും കൂടി മധുരമേറിയതാക്കാൻ ഒരാളുടെ വീഡിയോ സന്ദേശം നമുക്ക് കാണാം. ആരാണെന്നായിരിക്കും? തൃശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ്, CBCI പ്രസിഡന്റ്, സഭാ നിയമത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതൻ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ്. പിതാവിന് പല തിരക്കുകൾ കാരണം നമ്മുടെ കൂടെ ആയിരിക്കാൻ ഇന്ന് പറ്റിയിട്ടില്ല. പക്ഷെ പിതാവ് നമുക്ക് വേണ്ടി നല്ല സ്നേഹമുള്ള അല്ലെങ്കിൽ നന്മ അറിയിച്ച് നമ്മളെ ആശംസ അറിയിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ സന്ദേശം നമുക്കായി ഒരുക്കിയിട്ടുണ്ട്. ആ വീഡിയോ സന്ദേശം നമുക്കൊന്ന് കാണാം. ഷാലോം TVയും MST സമൂഹവും മിഷൻ ലീഗും തൃശ്ശൂർ അതിരൂപതയിലെ ചിൽഡ്രൻസ് മിനിസ്ട്രിയുമെല്ലാം സംയുക്തമായി കൊച്ചുമക്കൾക്ക്, സഭാംഗങ്ങൾക്ക് മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാനുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടെ കുട്ടികൾക്കുള്ള ഈ മിഷൻ ക്വിസ് അത്
പൊതുസമൂഹത്തിന് മുഴുവൻ എല്ലാ മക്കൾക്കും എല്ലാ കുട്ടികൾക്കും അനുഗ്രഹദായകമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അങ്ങനെ മിഷണറി കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും ഇപ്പോൾ പറയുന്നത് പോലെ ഡിജിറ്റൽ വേൾഡിലും മിഷണറി ആകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും യേശുവിൻ്റെ മിഷൻ ദൗത്യത്തിൻ്റെ ആശംസകൾ. പിതാവിൻ്റെ സ്നേഹനിർഭരമായ വാക്കുകൾക്ക് ഒത്തിരി നന്ദി. അത്രയും ആത്മീയതയോടും സന്തോഷത്തോടും കൂടെ തന്നെ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. നിങ്ങൾ റെഡിയല്ലേ? റെഡി. നിങ്ങൾ ഓഡിയൻസ് റെഡിയാണോ? അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ പരിപാടി എന്താ? നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നേ? ക്യുസല്ല. അതിനു മുന്നേ ഒരാളല്ലേ നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ കയറാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഒരു ഗെയിം കൊടുക്കാല്ലേ? ഗെയിം കൊടുത്താലല്ലേ നമ്മൾ ഇവരിൽ ആര് നമ്മുടെ പ്രേക്ഷിത വാഹിനിയിലേക്ക് ആദ്യം കയറുമെന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗെയിം കളിച്ചാലോ? ഗെയിം ഇതാണ്. നിങ്ങളുടെ 4 പേരുടെയും കയ്യിൽ ഓരോ വീർപ്പിച്ച ബലൂണുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ആരാണ് ആദ്യം നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ ബലൂൺ ചവിട്ടി പൊട്ടിക്കുന്നത് ആളായിരിക്കും അടുത്തതായിട്ട്, അതായത് ആദ്യമായി നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ കയറാൻ പോകുന്നത്. റെഡിയാണോ? സ്റ്റാർട്ട് പറഞ്ഞിട്ടേ തുടങ്ങാൻ പാടുള്ളൂ. റെഡിയല്ലേ ലേന? Your game starts now. നിങ്ങൾ ഓഡിയൻസ് ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. പൊട്ടി പൊട്ടി പൊട്ടി. ആദ്യം പൊട്ടിച്ചത് ആരാ? ആ ചേട്ടന്ന് പറയുന്നുണ്ട്. ആദ്യം പൊട്ടിച്ചത് നമ്മുടെ ജോസഫാണ്. അപ്പൊ ഒന്ന് കൈയടിച്ചേ. അപ്പൊ ആദ്യമായി നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ കയറാൻ പോകുന്നത് ജോസഫാണ്. ബാക്കി 3 പാർട്ടിസിപ്പൻസിനും സീറ്റിലേക്ക് പോകാം. നമുക്ക് നിങ്ങൾക്കായിട്ട് അടുത്ത ഗെയിമും അടുത്ത ചാൻസും ഉണ്ട്. കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 3 പേരും സീറ്റിലേക്ക് പൊക്കോളൂ. ജോസഫ് ഇവിടെ വെയിറ്റ് ചെയ്യുക. ജോസഫ് പ്രേക്ഷിത വാഹിനിയിൽ കയറാൻ ബലൂൺ ആദ്യം പൊട്ടിച്ച് റെഡി ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ജോസഫിനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടോ? ചിലവരൊക്കെ, കുറച്ച് പേര് മാത്രമേ തലയാട്ടിയുള്ളൂ, കുറച്ച് പേരും തലയാട്ടിയില്ല. വഴിയുണ്ട്. ജോസഫിനെ നിങ്ങളെ കൂടുതലായിട്ട് പരിചയപ്പെടുത്താനായിട്ട് ജോസഫിൻ്റെ മനോഹരമായിട്ടുള്ള പ്രൊഫൈൽ വീഡിയോ ഞങ്ങൾ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് കാണാം. ഹായ്, എൻ്റെ പേര് ജോസഫ് തോമസ്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ ജില്ലയിലെ ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ ഇടവകാംഗമാണ് ഞാൻ. എൻ്റെ വീട്ടിൽ 6 പേരുണ്ട്. അപ്പൻ, അമ്മ, 3 സഹോദരികൾ, പിന്നെ ഞാൻ. എൻ്റെ ഒഴിവ് സമയങ്ങളിൽ ഫുട്ബോൾ കളിക്കുവാനും ധാരാളം വിശുദ്ധരുടെ പുസ്തകങ്ങൾ വായിക്കാനുമാണ് ഞാൻ ചെലവഴിക്കാറ്. ദൈവം നൽകിയ കഴിവുകളെ ദൈവമഹത്വത്തിനായി ഉപയോഗിക്കുവാൻ ഞാൻ പരിശ്രമിക്കാറുണ്ട്. ചെറുപ്പം മുതലേ ഭക്തിയിൽ വളരുവാനും എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനും അപ്പൻ്റെയും അമ്മയുടെയും ശിക്ഷണവും വിശുദ്ധരുടെ ജീവചരിത്ര വായനയും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു പ്രൊഫൈൽ വീഡിയോ ആയിരുന്നല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായിരിക്കുന്നു. ഉഷാറായിട്ട് കൈയടിച്ചേ. കൈയടിന്ന് മനസ്സിലാക്കാം അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ കണ്ട് സംസാരിച്ചിരുന്നാൽ മതിയോ ലെനെ? പോരല്ലോ. ജോസഫേ, റെഡിയാണോ പ്രേക്ഷിത വാഹിനിയിലേക്ക് കയറാൻ? റെഡി. ജോസഫ് റെഡി ആണെങ്കിൽ പിന്നെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? പ്രേക്ഷിത വാഹിനിയായിട്ട് കയറിക്കോളൂ. നമുക്ക് 4 റൗണ്ടാണുള്ളത്. ജെറുസലേം, അഡ്ജൻഡസ്, ജെറിക്കോ, മാർഗം. ഓരോ റൗണ്ടും എന്താണെന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താം. സഭാ ചരിത്രത്തെ പരിചയപ്പെടുത്തുന്ന ജെറുസലേം, തോമാസ് ലിഹായെയും മിഷനെയും കുറിച്ചുള്ള അഡ്ജൻഡസ് റൗണ്ട്, വിഷ്വൽ റൗണ്ടായ ജെറിക്കോ റൗണ്ട്, വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന മാർഗം റൗണ്ട്. ഈ 4 റൗണ്ടിൽ ഏത് റൗണ്ട് ഫസ്റ്റ് വേണമെന്ന് ജോസഫിന് ചൂസ് ചെയ്യാം. അതായത് ജെറിക്കോയാണ് ആദ്യം ഇഷ്ടമെങ്കിൽ ജെറിക്കോ, അഡ്ജൻഡസ്, മാർഗം. ഇനി മാർഗമാണ് ആദ്യം ഇഷ്ടമെങ്കിൽ മാർഗം, ജെറുസലേം. അങ്ങനെ ഏത് ഓർഡർ വേണമെന്നുള്ളത് ജോസഫിൻ്റെ ഇഷ്ടമാണ്. മനസ്സിലായോ? മനസ്സിലായി. 4 റൗണ്ടിലായിട്ടും 6 ചോദ്യങ്ങളുണ്ടാകും. ഈ 6 ചോദ്യങ്ങൾ കൂടാതെ ഇടവകയോ രൂപതയോ സംബന്ധിച്ചുള്ള ഒരു 7ാമത്തെ ചോദ്യവും ഉണ്ടായിരിക്കും. ഓരോ റൗണ്ടിന് ശേഷവും സമ്മാനങ്ങളുണ്ടായിരിക്കും. എന്നാൽ ഈ 7 ചോദ്യങ്ങളും ശരിയായി പറഞ്ഞാൽ മാത്രമേ ഗിഫ്റ്റിനും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റിനും ഗിഫ്റ്റ് ബാഗിനും ഒപ്പം മൊമെൻറ്റോയും ലഭിക്കൂ. മനസ്സിലായോ? ഇപ്പം മെമൻറ്റോ വേണമെങ്കിൽ ഈ 7 ചോദ്യങ്ങളും കറക്റ്റായിട്ട് പറയണം. നമ്മുടെ ജോസഫിന് മാത്രമല്ല ഈ കാണുന്ന സമ്മാനങ്ങൾ,
നിങ്ങൾ ഓഡിയൻസിനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമ്മാനങ്ങൾ പ്രേക്ഷിത വാഹിനിയിൽ നിറച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓഡിയൻസിനായിട്ടും ഞങ്ങൾ 2 ചോദ്യങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്കും സമ്മാനം കിട്ടും, അല്ലേ? അവർക്കും കൊടുക്കണ്ടേ? കൊടുക്കണം. പക്ഷെ നമുക്കിപ്പോൾ ആദ്യം നമുക്ക് ക്വിസ് തുടങ്ങാം. ജോസഫ്, ഏത് റൗണ്ടാണ് ആദ്യം ചൂസ് ചെയ്യുന്നത്? മാർഗം റൗണ്ട്. വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണിത്. ഈ റൗണ്ടിൽ സ്ക്രീനിൽ 2 വിശുദ്ധരെ കാണിക്കും. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് 2 വിശുദ്ധരെന്ന്. വിശുദ്ധ മദർ തെരേസ, വാഴ്ത്തപ്പെട്ട റാണി മരിയ. ആരെയാണ് ജോസഫിന് ഇഷ്ടം? വിശുദ്ധ മദർ തെരേസ. വിശുദ്ധ മദർ തെരേസയാണ് ജോസഫ് ഇഷ്ടമെന്ന് പറഞ്ഞിരിക്കുന്നത്. ചോദ്യവും മദർ തെരേസയെ കുറിച്ച് തന്നെയാണോ വേണ്ടത്? അതെ. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ മദർ തെരേസയെ കുറിച്ചുള്ള ചോദ്യം നമുക്ക് നോക്കാം. മദർ തെരേസ ഇന്ത്യയിലെത്തിയത് എന്ന്? ചോദ്യം ഞാൻ ആവർത്തിക്കാം. മദർ തെരേസ ഇന്ത്യയിലെത്തിയത് എന്ന്? 1950 മെയ് 21. 1950 മെയ് 21 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജോസഫിനെ സഹായിക്കാൻ നമ്മുടെ ഓഡിയൻസിൽ നിന്ന് ആരെങ്കിലും റെഡിയാണോ? ഈ ആൻസർ ആർക്കെങ്കിലും അറിയാമോ? മുന്നോട്ട് വന്ന് പറയാമോ ആൻസർ ഒന്ന്? ജനുവരി 6. ചേട്ടൻ പറഞ്ഞ ആൻസർ ആണോ അതോ ജോസഫ് പറഞ്ഞ ആൻസർ ആയിട്ടാണോ മുന്നോട്ട് പോകുന്നത്? ചേട്ടൻ ആൻസർ കൊടുക്കാം. ചേട്ടന്റെ ആൻസർ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചേട്ടാ, നമുക്ക് തിരിഞ്ഞു നോക്കാം ആൻസർ കറക്റ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാം. 1929 ജനുവരി 6 കറക്റ്റ് ആൻസറാ. കൈയടിച്ചേ. ചേട്ടന് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ലിഖിത, ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, ആ സമ്മാനം ചേട്ടൻ തന്നെ ജോസഫിന് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? കുറച്ചുകൂടി സന്തോഷാവില്ലേ? അങ്ങനെയാണെങ്കിൽ ജോസഫെ, അടുത്തതായിട്ട് ഏത് റൗണ്ടാണ് ജോസഫ് ചൂസ് ചെയ്യുന്നത്? ജെറിക്കോ റൗണ്ട്. വിഷ്വൽ റൗണ്ടാണ് ജെറിക്കോ റൗണ്ട്. നമ്മളിവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യും. അത് ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ച് കാണുക. അതിൽ നിന്നായിരിക്കും ജോസഫിനുള്ള ക്വസ്റ്റ്യൻ വരിക. ഓക്കെ ആണോ? ഓക്കെ. ആവശ്യമുള്ള പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്യാൻ ഒരു നോട്ട് പാഡും പേനയും നമ്മൾ സൈഡിൽ വെച്ചിട്ടുണ്ട്. അത് യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോ കണ്ടാലോ? എൻ്റെ പേര് ഫാദർ തോമസ് കുമ്പളന്താനത്ത്, MST സൊസൈറ്റി അംഗമാണ്. ഞാൻ ഇവിടെ ഈ മണ്ഡ്യ രൂപതയിലുള്ള ചീക്കനഹള്ളി എന്ന സ്ഥലത്താണ് ഇപ്പോൾ പ്രവർത്തനം ചെയ്യുന്നത്. ഈ ചീക്കനഹള്ളി ഗ്രാമത്തെ പറ്റി പറയുമ്പോൾ ഇവിടെ 200 വീട്ടുകാരാണ് ഇവിടെ ഉള്ളത്. അതിൽ മജോറിറ്റി ആൾക്കാരും ഗൗഡന്മാരാണ്. പിന്നെ കുറേ ലിംഗായത്തുകാർ, അങ്ങനെ 1-2 ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാരാണ്. ജോസഫെ, വീഡിയോ ഒക്കെ ശ്രദ്ധിച്ച് കണ്ടോ? നമുക്ക് ഈ വീഡിയോ റൗണ്ടിലെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഫാദർ തോമസ് കുമ്പളന്താനത്ത് MST മണ്ഡ്യ രൂപതയിലെ ഏത് മിഷൻ പ്രദേശത്താണ് സേവനം ചെയ്യുന്നത്? ചിക്കനഹള്ളി. ചിക്കനഹള്ളി എന്നാണ് ജോസഫ് പറഞ്ഞിരിക്കുന്ന ഉത്തരം. നമുക്ക് ഒട്ടും വെയിറ്റ് ചെയ്യാതെ അതങ്ങ് നോക്കാം അല്ലേ, ശരിയാണോ എന്ന്. ചിക്കനഹള്ളി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഒരു കൈയടി കൊടുത്തേ. 2010 മാണ്ഡ്യ രൂപത സ്ഥാപിതമായപ്പോൾ MST സൊസൈറ്റിക്കാര് അവരുടെ അധീനതയിലുണ്ടായിരുന്ന അവരുടെ മിഷൻ പ്രദേശമായ മിഷൻ സെന്ററായ ചീക്കനഹള്ളി മാണ്ഡ്യ രൂപതയ്ക്ക് നൽകുകയാണ് ചെയ്തത്. അതാണ് ചീക്കനഹള്ളിയെ കുറിച്ചുള്ളൊരു ചെറിയ ഇൻഫർമേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സമ്മാനം കൊടുക്കാം. ലിഖിത, അതങ്ങ് കൊടുത്തേക്ക്. നിങ്ങൾ ഓഡിയൻസ് എല്ലാവരും ക്വസ്റ്റിന് വേണ്ടി റെഡിയാണോ? യെസ്, ഇവിടെ ഒരു മിടുക്കൻ യെസ് എന്ന് ഉറക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ചോദ്യം ഞങ്ങൾ ചോദിക്കുകയാണ്. തൃശ്ശൂർ വികാരിയത്തിൻ്റെ പ്രഥമ വികാരി അപ്പസ്തോലിക്കയായി നിയമിതനായത് ആര്? തൃശ്ശൂർ വികാരിയത്തിൻ്റെ പ്രഥമ വികാരി അപ്പസ്തോലിക്കായി നിയമിതനായത് ആര്? എല്ലാവരും ഭയങ്കര ചിന്തയിലാണ്. അവിടെ ബാക്കിൽ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ആൻസർ അറിയാമെങ്കിൽ മുന്നോട്ട് പോരെ. ഇതൊരാൾ കൈ പൊക്കിയിട്ടുണ്ട്, മുന്നോട്ട് പോരെ.
അഡോൾഫ് മെറ്റ്ലിക്കോട്ട് പിതാവ്. ബാക്കി എല്ലാവരും എന്താ പറയുന്നേ? എല്ലാവരും കൈയടിച്ചിട്ടുണ്ട്. കറക്റ്റ് ആയതുകൊണ്ട് കൈയടിച്ചതാണോ അതോ ആഗ്നസ് ആയതുകൊണ്ട് കൈയടിച്ചതാണോ? ഒരു വാക്ക് കൂടി ഉണ്ടോ? ഒരു വാക്ക് കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഞാൻ പറയണമല്ലോ അത് കറക്റ്റ് ആണോ അല്ലയോ എന്ന്. ആൻസർ പറഞ്ഞോട്ടെ. ആൻസർ കറക്റ്റ് ആണ്. മോൺസിഞ്ഞൂർ അഡോൾഫ് എഡ്വിൻ മെഡ്ലിക്കോട്ട്. അതാണോ ആ ഒരു വാക്ക്? കണ്ടോ, കറക്റ്റ് ആയിട്ട് പറഞ്ഞു. കൈയടിച്ചേ നമ്മുടെ ആഗ്നസിന്. ഒരു വാക്കൊന്നും വിട്ടുപോയാൽ നമ്മുടെ പ്രേക്ഷിത വാഹിനി സമ്മാനം തരാതിരിക്കൊന്നുമില്ല. കുറച്ച് പറഞ്ഞാലും മൊത്തം പറഞ്ഞാലും നമ്മുടെ പ്രേക്ഷിത വാഹിനി സമ്മാനം തരും. ലെനെ, ആ സമ്മാനം കൊടുത്തോ. ജോസഫ്, ഇനി ബാക്കി നിൽക്കുന്നത് 2 റൗണ്ടുകളാണ്. ഏതാണ് ചൂസ് ചെയ്യുന്നത്? ജെറുസലേം റൗണ്ട്. സഭാ ചരിത്രത്തെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് ജെറുസലേം. ഈ റൗണ്ടിൽ 2 ചോദ്യങ്ങളുണ്ടായിരിക്കും. ഒന്നാമത്തേത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും രണ്ടാമത്തേത് ഡയറക്റ്റ് ക്വസ്റ്റ്യനും ആയിരിക്കും. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്: 3 നോമ്പിൻ്റെ മറ്റൊരു പേരെന്ത്? 4 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഓപ്ഷൻസ്: ജെറീക്കോ ഉപവാസം, നിനിവേ ഉപവാസം, സ്ലീഹ നോമ്പ്, സൗമ റംബ. നിനിവേ ഉപവാസം. നിനിവേ ഉപവാസം എന്നാണ് പറഞ്ഞിരിക്കുന്ന ഉത്തരം. നമുക്കത് ശരിയാണോ അല്ലയോ നോക്കാം. ആൻസർ കറക്റ്റ് ആണ്, നിനിവേ ഉപവാസം. പക്ഷേ ഈ റൗണ്ടിലെ സമ്മാനം വേണമെങ്കിൽ നമുക്ക് ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്. ആ ചോദ്യത്തിലേക്ക് പോകാം. സീറോ മലബാർ സഭയുടെ എത്രാമത്തെ മേജർ ആർച്ച് ബിഷപ്പാണ് മാർ റാഫേൽ തട്ടിൽ പിതാവ്? 4-മത്തെ. ഒട്ടും ആലോചിക്കാതെ ജോസഫ് പറഞ്ഞിരിക്കുകയാണ് 4-മത്തെ എന്നുള്ളത്. നമുക്ക് ശരിയാണോ നോക്കാം. ആൻസർ കറക്റ്റ് ആണ്, 4-മത്തെ. ഹാപ്പി ആയോ? ഹാപ്പി. അങ്ങനെയാണെങ്കിൽ ഈ റൗണ്ട് അവസാനിച്ചു. ജോസഫ്, സമ്മാനം വേണ്ടേ? വേണം. ലെനെ, ആ സമ്മാനം എടുത്ത് നമ്മുടെ ജോസഫിന് കൊടുത്തേക്ക്. ജോസഫേ, അപ്പൊ 3 റൗണ്ട് ഗെയിം കഴിഞ്ഞ് നിൽക്കുകയാണ്. ബോറടിച്ചോ? ഒരു പ്രോഗ്രാം കാണണോ? വേണം. ജോസഫ് കാണണം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ വിളിക്കാതിരിക്കുന്നത് മോശമല്ലേ? നിങ്ങൾ ഓഡിയൻസിന് വേണ്ടി ഒരു പ്രോഗ്രാം. എല്ലാവരും ഭയങ്കര ഉറക്കെ പറഞ്ഞിട്ടുണ്ട് പ്രോഗ്രാം വേണമെന്ന്. അപ്പം അടുത്തതായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് അതിരൂപത ചിൽഡ്രൻസ് മിനിസ്ട്രി മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ ഒരു മൈമാണ്. നന്ദിപുലം ഇടവകയിലെ ഓൾട്ടർ ബോയ്സ് അവതരിപ്പിച്ച മൈമുമായിട്ടാണ് അവർ വീണ്ടും നമ്മുടെ പ്രേക്ഷിത വാഹിനിയിലേക്ക് എത്തുന്നത്. അവരെ നല്ല കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം.
ജോസഫ്, ബാക്കി നിൽക്കുന്നത് ഒരേ ഒരു റൗണ്ടാണ്. ഏതാണ്? എഡ്ജൻഡസ്. തോമസ് ലിഹായും മിഷനെയും കുറിച്ചുള്ള റൗണ്ടാണിത്. ഈ റൗണ്ടിൽ 2 ഓപ്ഷൻസ് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. സെയിൻറ്റ് തോമസ്, മിഷൻ. സെയിൻറ്റ് തോമസ് എന്ന ഓപ്ഷനാണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അഥവാ മിഷനാണ് ആദ്യം ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന സെയിൻറ്റ് തോമസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ജോസഫേ, ക്ലിയർ അല്ലേ? ക്ലിയർ. അങ്ങനെയാണെങ്കിൽ ഏതാണ് ആദ്യം ഓപ്റ്റ് ചെയ്യുന്നത്? മിഷൻ. മിഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ നിന്നുള്ള പ്രഥമ മിഷനറി മെത്രാൻ ആരാണ്? ഓപ്ഷൻസ് വായിക്കാം. മാർ ആന്റണി പടിയറ, മാർ എബ്രഹാം കാട്ടുമന, മാർ ജോൺ പെരുമറ്റം, മാർ വിജയാനന്ദ് നെടുംപുറം. മാർ ആന്റണി പടിയറ. മാർ ആന്റണി പടിയറ എന്നാണ് പറഞ്ഞിരിക്കുന്ന ഉത്തരം. നമുക്ക് ശരിയാണോ നോക്കാം. ആൻസർ കറക്റ്റ് ആണ്, മാർ ആന്റണി പടിയറ. പക്ഷേ ഈ റൗണ്ടിൽ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ബാക്കിയുണ്ട്. ആ ചോദ്യത്തിലേക്ക് പോകാം. പുരാതന ദ്രാവിഡ കേരളത്തിലേക്ക് തോമാസ് ലീഹായ്ക്ക് തുറവി നൽകിയ മതമേത്? യഹൂദമതം. യഹൂദമതം എന്ന് ഒട്ടും ആലോചിക്കാതെ തന്നെ ജോസഫ് പറഞ്ഞിരിക്കുകയാണ്. നമുക്കത് ശരിയാണോ നോക്കാം. യഹൂദമതം ആൻസർ കറക്റ്റ് ആണ്. വീണ്ടും അടുത്ത റൗണ്ടിലും 2 ചോദ്യങ്ങളും കറക്റ്റ് ആക്കിയിരിക്കുകയാണ്. സമ്മാനം നേടിയിരിക്കുകയാണ്. സമ്മാനം തന്നേക്കട്ടെ. വേണം. ജോസഫ്, അപ്പോൾ കൈ നിറയെ സമ്മാനങ്ങൾ വാങ്ങിച്ചു. ഇനിയപ്പോൾ നമുക്കൊരു സമ്മാനം ഓഡിയൻസിന് കൊടുത്താലോ? കൊടുക്കാം. ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ചോദ്യം ഇതാണ്: പുത്തൻപള്ളി എന്നറിയപ്പെടുന്ന പരിശുദ്ധ വ്യാകുല മാതാവിൻ ബസിലിക്ക സ്ഥാപിതമായത് എന്ന്? അറിയോ ആർക്കെങ്കിലും? കൈ പൊക്കിക്കേ. ഒരു ചേച്ചി അവിടെ കൈ പൊക്കിയിട്ടുണ്ട്. ആയിരത്തി 1923. 1923 ആണോ? ആണോ? വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ? ഉത്തരം അറിയാവുന്നവർ പെട്ടെന്ന് മുന്നോട്ട് കയറേണ്ടതാണ്. ചേട്ടൻ അവിടെ നിന്ന് ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ട്. മുന്നോട്ട് വരാമോ? ഒക്ടോബർ 10. കറക്റ്റ് ആയിരിക്കോ? ചേച്ചി തലയെ ആട്ടുന്നുണ്ട്. എന്തേ, നേരത്തെ സമ്മാനം മേടിച്ചു കൊടുത്തോണ്ടാണോ? കറക്റ്റ് ആയിരിക്കോ? ചേട്ടൻ എങ്ങനെയാ, ഫുൾ കോൺഫിഡൻസ് ആണോ? അതെ അതെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ പറഞ്ഞോട്ടെ. ആൻസർ 1925 ഒക്ടോബർ 10 കറക്റ്റ് ആൻസർ ആണ്. ഞങ്ങൾക്ക് ചേട്ടന്റെ പേരൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. PL മത്തായി, ലൂർദ്പുരം. അപ്പൊ നമ്മുടെ മത്തായി ചേട്ടന് ഒരു കയ്യടി കൊടുത്തേ. അങ്ങനെയാണെങ്കിൽ ലിഖിത, ഓടി വന്ന ആദ്യം പറഞ്ഞ നമ്മുടെ ചേച്ചി തന്നെ മത്തായി ചേട്ടനുള്ള സമ്മാനം അങ്ങ് കൊടുക്കട്ടെ. ജോസഫ്, അങ്ങനെ 4 റൗണ്ടുകളും അവസാനിച്ചിരിക്കുകയാണ്. ഇനി എന്താണ് ബാക്കി നിൽക്കുന്നത്? ഞങ്ങൾ തന്നെ പറയണോ? ജനറൽ ക്വസ്റ്റ്യൻ ഇല്ലേ, മറന്നോ? അപ്പൊ നമ്മുടെ മെമന്റോയ്ക്ക് വേണ്ടിയുള്ള ജനറൽ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ തൃശൂർ സന്ദർശിച്ചത് എന്ന്? 1986 ഫെബ്രുവരി 7. ജോസഫ് ചാടിയുടെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. മെമന്റോയ്ക്ക് വേണ്ടിയുള്ള സമ്മാനാണ്. മെമന്റോ കിട്ടോ? കിട്ടും. കിട്ടും. നല്ല കോൺഫിഡൻസ് ഉണ്ട് ജോസഫിന്. ആ കോൺഫിഡൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 1986 ഫെബ്രുവരി 7. അപ്പോൾ ജോസഫ്, 4 റൗണ്ടുകളും അവസാനം ഉണ്ടായിരുന്ന ജനറൽ ക്വസ്റ്റ്യനും ശരിയാക്കിയിരിക്കുകയാണ്. അങ്ങനെ പ്രേക്ഷിത വാഹിനിയിൽ നിന്ന് ജോസഫ് എല്ലാ സമ്മാനങ്ങളും, കൈ നിറയെ സമ്മാനങ്ങളുമായിട്ടാണ് ജോസഫ് തിരിച്ചിറങ്ങാൻ പോകുന്നത്. വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട്? അമ്മ. എവിടെ അമ്മ? അമ്മ മുന്നോട്ട് വരാമോ ഈ സമ്മാനങ്ങളൊക്കെ ഒന്ന് പിടിച്ച് സഹായിക്കാനായിട്ട്?
ലിഖിത, അപ്പൊ കൈ നിറയെ സമ്മാനങ്ങളുമായിട്ടാണല്ലേ നമ്മുടെ ജോസഫ് ഈ പ്രേക്ഷിത വാഹിനിയിൽ നിന്ന് ഇറങ്ങി പോയിരിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ പാർട്ടിസിപ്പൻ്റ് അല്ലേ മത്സരിച്ച് പോയിട്ടുള്ളൂ. ബാക്കി 3 പേരില്ലേ, അവരെന്താ ചെയ്യുക? ബാക്കി 3 പേരെ നമ്മൾ ഈ എപ്പിസോഡിൽ വിളിക്കുന്നില്ല. ഈ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ഒരു കാര്യം ഓർത്തിരിക്കാം. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 1-ാം വാക്യം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറി ആകാൻ. ദിസ് ഇസ് ലിഖിത പീറ്റർ ആൻഡ് ലെന ജോസഫ് സൈനിങ് ഓഫ്. താങ്ക് യു. പ്രേക്ഷിതവാഹിനി വന്നിരാ പുതിയ ദൂതുമാ യേശുവിൻ സാക്ഷികളായി തീരാ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേക്ഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ